അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രിക്കെതിരെ കടുക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് കൂടി ഒന്ന് പോകാം. നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്കാണ് ബിജെപിയുടെ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നെയ്യാറ്റിൻകര ആശുപത്രിയുടെ ശോചനീയാവസ്ഥയടക്കം നേരത്തെ പുറത്തു വന്നതാണ്. ഇപ്പോൾ നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് ആശുപത്രി ഗേറ്റ് അടച്ച് പ്രതിഷേധക്കാരെ തടഞ്ഞിരിക്കുകയാണ്. സുനിഷ അയലൂർ നമുക്കുമുണ്ട്. സുനിഷ അയലൂർ, നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമ്പോൾ അതിന് പിന്നിൽ കൃത്യമായ കാരണം കൂടി അവർ പറയുന്നുണ്ടാവുമല്ലോ അല്ലേ? കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മൾ തന്നെ നെയ്യാറ്റിൻകര ആശുപത്രിയിലെ ശോച്യാവസ്ഥ പുറത്തേക്ക് എത്തിച്ചിരുന്നത്. വലിയ രീതിയിൽ ഈ വീഴാറായ രീതിയിലായിരുന്നു ഈ കെട്ടിടം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കഴിഞ്ഞ ദിവസം അരുൺ സോളമൻ തന്നെ കൃത്യമായി എത്തി എവിടെയാണ് വിള്ളൽ വന്നത്, ഏത് സമയവും നിലംപതിക്കാൻ സാധ്യതയുള്ള കെട്ടിടങ്ങളൊക്കെ തന്നെയും പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തതാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് നിലവിൽ ഇവർ സമരത്തിലേക്ക് കൂടി കടന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ബിജെപിയുടെ ഒരു പ്രതിഷേധമാണ് ഇവിടെയുള്ളത്. ഈ ആശുപത്രിയിലേക്ക് ബിജെപി പ്രവർത്തകർ, ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ്. ഈ ശോച്യാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണുക എന്നുള്ളതാണ് പ്രധാന ആവശ്യമായി ഉയർന്നത്. ഇവിടെ ബാരിക്കേഡ് വെച്ചൊക്കെ തന്നെയും പോലീസുകാർ പ്രതിഷേധക്കാരെ തടയാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ബാരിക്കേഡൊക്കെ തള്ളിയിട്ടുകൊണ്ട് വീണ്ടും ഗേറ്റിന് മുകളിലൊക്കെ പ്രതിഷേധക്കാർ കയറി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവരെ പ്രതിരോധിക്കാൻ പോലീസ് ഗേറ്റ് അടച്ചുകൊണ്ട് പ്രതിരോധം തീർക്കുന്നതാണ് നിലവിൽ ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. പ്രധാനമായും ശോച്യാവസ്ഥ പരിഹരിക്കുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ ആരോഗ്യമന്ത്രിയുടെ നടപടിയിലുള്ള പ്രതിഷേധം കൂടി, ആരോഗ്യമന്ത്രി കോട്ടയം മെഡിക്കൽ കോളേജിലെ വിഷയവും ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നുള്ളൊരു ആവശ്യം കൂടി ശക്തിപ്പെടുത്തുന്നുണ്ട് ഈ പ്രതിഷേധക്കാർ എന്നുള്ളതാണ്. ഏതായാലും പ്രതിഷേധം ശക്തമാവുകയാണ്. ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ നമുക്ക് ഇന്നലെ അരുൺ സോളമൻ കാട്ടിത്തന്ന ആശുപത്രിയുടെ ശോച്യാവസ്ഥ കൂടി ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാവുന്നതാണ്. റിപ്പോർട്ടർ ലൈവത്തോൺ അത് ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ ബിജെപി. നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് ബിജെപിയുടെ പ്രതിഷേധ മാർച്ച്. ആശുപത്രിയുടെ ശോച്യാവസ്ഥ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതുപോലെയുള്ള അപകടം ആവർത്തിക്കാതിരിക്കുന്നതിന് മുൻപ് പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നെയ്യാറ്റിൻകര ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ബിജെപി അവിടെ നടത്തുന്നത് എന്നതല്ലേ മനസ്സിലാക്കേണ്ടത് സുനിഷ? അതെ സുജിയ, അത് തന്നെയാണ്. അതായത് അത്തരത്തിൽ പൊളിയാറായ കെട്ടിടങ്ങൾ പല ആശുപത്രികളിലും ഉണ്ട് എന്നുള്ളതാണ്. അതിലൊരു ഉദാഹരണമാണ് ഈ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്കുള്ളത്. ഏത് നിമിഷവും നിലം പതിക്കാം, എന്നിട്ട് പോലും അവിടെ ഇപ്പോഴും ആളുകൾക്ക് കയറാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രവർത്തകർ പറയുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രധാനമായും വയോജന വാർഡ്, അതിന്റെയൊക്കെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം അരുൺ സോളമൻ കാണിച്ചതാണ്. അതിപ്പോൾ വയോജന വാർഡായി പ്രവർത്തിക്കില്ലെങ്കിലും സ്റ്റോർ റൂമായി പ്രവർത്തിക്കുന്നുണ്ട്. നിരവധി ആളുകൾ നിരന്തരം ഓരോ ദിവസവും അവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഇത്ര വർഷമായി ഈ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് പോലും, 2 വർഷമായി ഈ വിഷയം പറഞ്ഞിട്ട് പോലും ഇത് പൊളിച്ചു മാറ്റാനൊരു അധികൃതർ തയ്യാറായിട്ടില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഇവിടെയുള്ള ഒരു വിമുക്തി കേന്ദ്രമാണ്. വിമുക്തി കേന്ദ്രം പൂർണ്ണമായും പൊള്ളിയാറായ സ്ഥിതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ദൃശ്യങ്ങൾ അടക്കം നമ്മൾ പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തതാണ്. 40 വർഷത്തിന് മുകളിലായി ഈ കെട്ടിടം പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത് ഈ ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണം എന്നത് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഇന്നലെയാണ് റിപ്പോർട്ടർ ലൈവ് തോണിലൂടെ ആശുപത്രി കെട്ടിടങ്ങളുടെ ഇപ്പോൾ അടിയന്തരമായി പരിഹരിക്കേണ്ടതായ അപാകതകൾ എവിടെയൊക്കെയാണ് എന്നത് ചൂണ്ടിക്കാട്ടിയത്. ആ വിഷയം ഇപ്പോൾ ബിജെപി ഏറ്റെടുത്തിരിക്കുകയാണ്. തകർന്നു വീഴാറായ ഭാഗങ്ങളുള്ള അല്ലെങ്കിൽ പൊളിഞ്ഞിളകിയ ഭാഗങ്ങളുള്ള ആശുപത്രി കെട്ടിടങ്ങളുടെ ശോച്യാവസ്ഥ, അവിടെ ഇപ്പോഴും ചികിത്സ നടക്കുകയാണ്. അത് പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ പ്രതിഷേധ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ ഒരു ഭാഗത്ത് കാണുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്കുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ്. ആശുപത്രിയുടെ ശോച്യാവസ്ഥയടക്കം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം. സ്ക്രീനിന്റെ വലതുഭാഗത്ത് കാണുന്നത് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ബിജെപി നടത്തുന്ന പ്രതിഷേധ മാർച്ചാണ്. സംസ്ഥാന വ്യാപകമായ പ്രതിഷേധമാണ് ഇന്ന് ആശുപത്രികളുടെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട്, അതുപോലെ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ബിജെപി നടത്തുന്നത്. ഇപ്പോൾ കണ്ണൂരിലെയും തിരുവനന്തപുരത്തെയും പ്രതിഷേധ കാഴ്ചകളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. അർജുൻ കല്യാട് കൂടി നമുക്കൊപ്പം ചേരുകയാണ്.